Good morning. So, next we are going to study Module 5 of Fluid Machinery ME 206. Module 5-ലെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എയർ കംപ്രസറാണ്. Module 5ഉം 6ഉം എയർ കംപ്രസറാണ്. സോ ഇത് 5-ൽ എന്തൊക്കെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ Module 5. ആദ്യം നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മോഡ്യൂൾ 5 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എയർ കംപ്രസർ ഓർ മോഡ്യൂൾ 5 ഈസ് ഫസ്റ്റ് വൺ, you will be able to classify different air compressors. So first we will discuss classifications of air compressor. Air compressor എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് ഇതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് എയർ കംപ്രസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. സോ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കംപ്രസേഴ്സ് ഉണ്ട്. അതിൽ ഇവിടെ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആണ്. എന്താണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം എങ്ങനെ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ reciprocating compressor is again classified into two types, single stage and multi-stage compressor. Single stage compressor-ഉം multi-stage compressor-ഉം ഉണ്ട്. Single stage means ഒരു സിംഗിൾ സിലിണ്ടർ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾ IC എഞ്ചിൻസിലൊക്കെ ഉള്ളതുപോലെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ഈ സിലിണ്ടറിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് എയർ കംപ്രസ് ചെയ്ത് നമുക്ക് റിക്വയർഡ് പ്രഷറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അതിൽ സിംഗിൾ സ്റ്റേജും ഉണ്ട്, മൾട്ടി സ്റ്റേജും ഉണ്ട്. സിംഗിൾ സ്റ്റേജ് മീൻസ് ഒരു സിംഗിൾ കംപ്രസർ, ഒറ്റ കംപ്രസർ മാത്രമേ ഉള്ളൂ. ഒരു കംപ്രസർ മാത്രം യൂസ് ചെയ്തിട്ട്, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഡെലിവറി പ്രഷർ എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സിംഗിൾ സ്റ്റേജ് എന്ന് പറയും. ദെൻ മൾട്ടി സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കംപ്രസർ, രണ്ട് കംപ്രസറോ അല്ലെങ്കിൽ രണ്ട് പിസ്റ്റൺ സിലിണ്ടർ, രണ്ട് സിലിണ്ടറോ അല്ലെങ്കിൽ അത് 3 സിലിണ്ടറോ 4 സിലിണ്ടറോ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫൈനൽ പ്രഷറിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിനെയാണ് മൾട്ടി സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയും. സോ ഫസ്റ്റ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ദെൻ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, അതിൽ സിംഗിൾ സ്റ്റേജ് എന്താ, മൾട്ടി സ്റ്റേജ് എന്താ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് നോക്കും. ദെൻ ദ third one is work done calculation ആണ്. How to calculate the work done of a reciprocating compressor. അതും നേരത്തെ പറഞ്ഞ മാതിരി സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആണെങ്കിൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ, ആൻഡ് മൾട്ടി സ്റ്റേജ് ആണെങ്കിൽ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. സോ ഇതാണ് നമ്മൾ തേർഡ് പോയിന്റ്. ഓക്കെ, ഇതിലും സബ് ഡിവിഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ബ്രോഡായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റർകൂളേഴ്സ്, ഫ്രീ എയർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട്, അതാണ് ലാസ്റ്റ് വരുന്നത്. സോ മൾട്ടി സ്റ്റേജ് കംപ്രസറിലൊക്കെയാണ് ഈ ഇൻ്റർകൂളർ എന്നുള്ള പോർഷൻ വരിക. മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ ഇൻ്റർകൂളർ എങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പം എയറിനെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇൻ്റർകൂളർ എന്നൊക്കെ പറയും. സോ അതൊക്കെയാണ്, ആ സംഭവങ്ങളൊക്കെയാണ് ലാസ്റ്റ് പോർഷനിൽ വരുന്നത്. സോ ഇത്രയും ഈ 4 മെയിൻ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ മോഡ്യൂൾ 5 ആയി. ഓക്കെ, സോ നമുക്ക് മോഡ്യൂൾ 5ലേക്ക് കടക്കാം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എയർ കംപ്രസർ. എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഡീറ്റെയിൽസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എയർ കംപ്രസർ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നും കൂടി ഞാൻ പറയാം. എയർ കംപ്രസർ മീൻസ് ഇറ്റ്സ് എ മെക്കാനിക്കൽ ഡിവൈസ് that is used to increase the pressure of a gas, usually air, by reducing its volume. വോളിയം ഡിക്രീസ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനെയാണ്
എയർ കംപ്രസർ എന്ന് പറയാം. ഓർ എയർ കംപ്രസർ ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം. സോ ഇങ്ങനെ പ്രഷർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എയറിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ കംപ്രസറിന് നമ്മൾ കുറച്ച് ഇൻപുട്ട് എനർജി കൊടുക്കണം. എനർജി അങ്ങോട്ട് കൊടുത്തിട്ടാണ് കംപ്രസറിനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ദ കംപ്രസർ ഈസ് നോൺ ആസ് എ എനർജി consuming device. We have to supply some amount of energy in order to work the air compressor. So the air compressor receives input energy from a prime mover. ഇങ്ങനെ എനർജി കൊടുക്കുന്ന എക്യുപ്മെൻറ്റിനെയാണ് പ്രൈം മൂവർ എന്ന് പറയുന്നത്. യൂഷ്വലി പ്രൈം മൂവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ പ്രൈം മൂവറാണ്, അല്ലെങ്കിൽ ചില കേസിൽ IC എൻജിൻസ് തന്നെ പ്രൈം മൂവറായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈം മൂവേഴ്സ്. എന്തായാലും എനർജി സപ്ലൈ ചെയ്യും. നമ്മൾ കംപ്രസറിലേക്ക് എനർജി കൊടുക്കും. ആ എനർജി കൊടുക്കുന്ന ഡിവൈസിനെയാണ് prime movers എന്ന് പറയുന്നത്. സോ കംപ്രസർ റിസീവ്സ് ഇൻപുട്ട് എനർജി ഫ്രം എ പ്രൈം മൂവർ വിച്ച് യൂട്ടിലൈസസ് ഇറ്റ് ടു കംപ്രസ് ദ എയർ. ഈ എനർജി യൂസ് ചെയ്തിട്ട് എയറിനെ കംപ്രസ് ചെയ്യാണ് കംപ്രസർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ എനർജി ജസ്റ്റ് ലൈക്ക് പമ്പ്, ഇറ്റ്സ് എ എനർജി കൺസ്യൂമിങ് ഡിവൈസ്. വി ഹാവ് ടു സപ്ലൈ എനർജി. സോ ഈ 2 പോയിന്റാണ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എന്താണ് എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ? എയർ കംപ്രസർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു ഇൻക്രീസ് ദ പ്രഷർ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം. ദെൻ ഇറ്റ്സ് എ എനർജി കൺസ്യൂമിങ് ഡിവൈസ്. വി ഹാവ് ടു സപ്ലൈ സം എമൗണ്ട് ഓഫ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൈം മൂവർ ആൻഡ് ദ കംപ്രസർ യൂട്ടിലൈസസ് ദാറ്റ് എനർജി ഇൻ ഓർഡർ ടു കംപ്രസ് ദ എയർ. അതാണ് എയർ കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ എയർ കംപ്രസർ എന്താണെന്ന് കിട്ടി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മെയിൻ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് കംപ്രസർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും കംപ്രസർ യൂസ് ചെയ്യുന്ന എവിടെയാണ്. കംപ്രസ്ഡ് എയർ ഏതൊക്കെ ഫീൽഡിൽ കംപ്രസ്ഡ് എയർ ആവശ്യമാണോ അവിടെയൊക്കെ എയർ കംപ്രസർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ കുറച്ച് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അപ്ലിക്കേഷൻ വേറെയുണ്ട്. ജസ്റ്റ് കുറച്ച് 3-4 ലിസ്റ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് എയർ കംപ്രസർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എയർ കംപ്രസറിൻ്റെ അപ്ലിക്കേഷൻ അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ ഫില്ലിംഗ് എയർ ഇൻ ട്യൂബ് ഓഫ് വെഹിക്കിൾസിൻ്റെ ഒക്കെ ടയറിലൊക്കെ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എയർ കംപ്രസർ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻസ് ടു ക്ലീൻ ദ വെഹിക്കിൾ. നമുക്കറിയാം വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കംപ്രസർ യൂസ് ചെയ്യും. കംപ്രസ്ഡ് എയർ വെച്ചിട്ടാണ് വാട്ടറിനെ ഹൈ ഫോഴ്സിൽ പമ്പ് ചെയ്യുന്നത്. സോ ഇൻ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻസ് ടു ക്ലീൻ ദ വെഹിക്കിൾ. Then third one for spray painting in paint industries. Then in vehicles to operate air brakes. Air brake compressed air ആവശ്യം വരും. Then for cleaning work in cleaning workshop machines. Then for supercharging of IC engines. Then for operating pneumatic tools like rock drills, vibrators, etc. ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. ഇനി ഒരുപാട് അപ്ലിക്കേഷൻസ് വേറെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക എന്തൊക്കെയാണ് കംപ്രസറിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ എയർ കംപ്രസർ എന്താണെന്ന് കണ്ടു, അതിൻ്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ അടുത്ത് നോക്കിയത്. ദെൻ ദ നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എയർ കംപ്രസർ. ഒരു എയർ കംപ്രസർ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, കംപ്രസർ ടൈപ്സ്. സോ എയർ കംപ്രസർ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നടത്താം. ഇതൊരു പെർട്ടിക്കുലർ ഡയഗ്രാം ആണെന്നേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്നേ ഉള്ളൂ. കംപ്രസർ ഇങ്ങനെ 2 ടൈപ്പാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ ആൻഡ് സെക്കൻഡ് വൺ ഡൈനാമിക് കംപ്രസർ. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് റോട്ടറി കംപ്രസർ. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് റോട്ടറി കംപ്രസർ ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിന് പിന്നെയും സബ്ഡിവിഷൻ ഉണ്ട്, സിംഗിൾ ആക്ടിംഗ്, ഡബിൾ ആക്ടിംഗ്, ഡയഫ്രം ടൈപ്പ് എക്സെട്ര. റോട്ടറി കംപ്രസർ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു
ലോബ് ടൈപ്പ്, ലിക്വിഡ് റിംഗ്, സ്ക്രൂ ടൈപ്പ്, വെയിൻ ടൈപ്പ് എക്സെട്ര. സോ ഇവിടെ വരുന്ന പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്നത് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ഇതിൽ ദ എയർ ഈസ് കംപ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എ മൂവിങ് പിസ്റ്റൺ ഇൻസൈഡ് ദ സിലിണ്ടർ. ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ എയർ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എയർ ട്രാപ്പ് ചെയ്യും അല്ലെങ്കിൽ സക്ക് ചെയ്യും. ആ എയറിനെ കംപ്രസ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൂവിങ് സിലിണ്ടർ, അതിനെയാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ ടോപ്പിക്. ദെൻ റോട്ടറി കംപ്രസർ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ലൈക്ക് എയറിനെ സ്ക്യൂസ് ചെയ്യുക തന്നെയാണ്. എയർ ഈസ് കംപ്രസ്ഡ് ബൈ ബീയിങ് ട്രാപ്ഡ് ഇൻ എ റെഡ്യൂസ്ഡ് സ്പേസ് ഫോംഡ് ബൈ 2 സെറ്റ്സ് ഓഫ് എൻഗേജിങ് സർഫസസ്. 2 എൻഗേജിങ് സർഫസിൻ്റെ ഇടയിലേക്ക് എയറിനെ ട്രാപ്പ് ചെയ്ത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റോട്ടറി കംപ്രസർ എന്ന് പറയുക. ഇതിൽ പല ടൈപ്പ് ഉണ്ട്, ലോബ് ടൈപ്പ്, ലിക്വിഡ് റിംഗ്, സ്ക്രൂ വെയിൻ എക്സെട്ര. ഇത് മെയിൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഈ കാറ്റഗറിയിൽ വരുന്ന കംപ്രസറിനെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ എന്ന് പറയും. ഓക്കെ, വേറെയും ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞു സിംഗിൾ സ്റ്റേജ്, ഡബിൾ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പിൾ സ്റ്റേജ്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡൈനാമിക് കംപ്രസർ. ദെൻ ഡൈനാമിക് കംപ്രസർ. ഡൈനാമിക് കംപ്രസർ means it is something related to dynamic force. ഒരു ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഡൈനാമിക് ടൈപ്പ് എയർ കംപ്രസർ it is defined as air is compressed by means of a dynamic force which is produced by means of rotation of an impeller. ഒരു ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ മൂലം ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഫോഴ്സിനെ കൊണ്ട് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡൈനാമിക് ടൈപ്പ് കംപ്രസർ എന്ന് പറയുന്നത്. സോ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആൻഡ് ആക്സിയൽ കംപ്രസേഴ്സ്. ഓക്കെ, ഈ കേസ് നമ്മുടെ മോഡ്യൂൾ 6 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇവിടെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഇതാണ് കംപ്രസറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ദെൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനെ നമ്മൾ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, ഡബിൾ സ്റ്റേജ് കംപ്രസർ, 3 കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 സ്റ്റേജ് കംപ്രസർ അല്ലെങ്കിൽ ട്രിപ്ലക്സ് കംപ്രസർ എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ വേറെയുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. സോ ഇത്രയാണ് ഒരു കംപ്രസറിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ് സിംഗിൾ ആക്ടിങ് കംപ്രസറും എന്താണ് ഡബിൾ ആക്ടിങ് കംപ്രസർ എന്നുള്ളത്. ഇതാണ് ഈ മോഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് സിംഗിൾ ആക്ടിങ് കംപ്രസർ ആൻഡ് വാട്ട് ഈസ് ഡബിൾ ആക്ടിങ് കംപ്രസർ. സോ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഷീറ്റിൽ നോക്കാം. Okay. സിംഗിൾ ആക്ടിങ് കംപ്രസർ മീൻസ് കംപ്രസറിൻ്റെ പാർട്സ് ഇപ്പം നിങ്ങൾ അധികം നോക്കണ്ട, അത് ബോധർ ചെയ്യേണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ വരും. സിംഗിൾ ആക്ടിങ് കംപ്രസർ മീൻസ് ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഇൻലെറ്റ് വാൽവ് ഉണ്ട്, അതേമാതിരി ഇവിടെ ഒരു ഡെലിവറി വാൽവ് ഉണ്ട്. സോ എയർ വരുന്നത് എപ്പോഴും ഈ സൈഡിൽ മാത്രമാണ്, പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നത്. ഇവിടെ ഇൻലെറ്റ് വരും, അത് കഴിഞ്ഞത് ഇത് തിരിച്ച് പിസ്റ്റൺ അപ്വേർഡ് മോഷൻ്റെ സമയത്ത് കംപ്രസ് ചെയ്യും. സോ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സൈഡിൽ മാത്രമേ എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുള്ളെങ്കിൽ അതിനെയാണ് സിംഗിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ ആക്ടിങ് കംപ്രസർ മീൻസ് ഒരു പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രം എയറായിട്ട് കോണ്ടാക്ട് വരും. അപ്പോൾ ഇവിടെ ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ, ഇങ്ങനത്തെ കുറേ പാർട്സ് ഉണ്ട്. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പം, ഒരു കംപ്ലീറ്റ് സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പം അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പം ഇതിൽ ഒരു പ്രാവശ്യം മാത്രമേ കംപ്രസ്ഡ് എയർ ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. അതാണ് സിംഗിൾ ആക്ടിങ് കംപ്രസറിൽ ശ്രദ്ധിക്കാനുള്ളത്. വൺ റൊട്ടേഷൻ ഓർ വൺ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഗിവ്സ് വൺ കംപ്രസ്ഡ് എയർ. വൺ മീൻസ് വൺ ടൈം കംപ്രസ്ഡ് എയർ, ഒരു പ്രാവശ്യം മാത്രം കംപ്രസ്ഡ് എയർ കിട്ടും. അതിനെയാണ് സിംഗിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുന്നത്. എയറിൻ്റെ കോണ്ടാക്ട് വരുന്നത് എയർ ഈസ് ഈ സൈഡിൽ മാത്രമേ, പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതിനെയാണ് സിംഗിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുന്നത്. ഇനി ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇതന്നെ രണ്ട് സൈഡിലും എയറുമായിട്ട് കോണ്ടാക്ട് വരുവാണ്. സോ ഇതാണ് ഒരു ഡബിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറഞ്ഞാൽ. ഇവിടെ വാൽവ് ഉണ്ട്, ഇൻലെറ്റ് വാൽവ്, എക്സിറ്റ് വാൽവ്, ഇത് സിലിണ്ടർ, പിസ്റ്റൺ, ഇവിടെയാണ് ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക്. ഓക്കെ,
സോ ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇവിടെയും എയർ സക്ക് ചെയ്യുന്നുണ്ട്, ഈ പിസ്റ്റൻ്റെ ഈ സൈഡിൽ എയർ സക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പിസ്റ്റൺ താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ദ സിലിണ്ടർ പിസ്റ്റൺ താഴത്തെ പിസ്റ്റൺ ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഈ സൈഡിൽ എയർ സക്ക് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ എയറിനെ കംപ്രസ് ചെയ്ത് ഇതിലൂടെ ഡെലിവറി നടക്കും. സോ ഒരേ സമയം തന്നെ ഒരു മൂവ്മെൻറ്റ്, ടോപ്പ് ടു ബോട്ടം മൂവ്മെൻറ്റിൽ സക്ഷനും നടക്കും, ഡെലിവറിയും നടക്കും. അതേമാതിരി തിരിച്ച് പിസ്റ്റൺ സപ്പോസ് മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ ഇവിടെ ഇൻലെറ്റ് വരും, അതേമാതിരി ഇതിലൂടെ എയർ കംപ്രസ് ചെയ്ത് പുറത്തേക്കും പോകും. ഇങ്ങനെ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും, ഈ സൈഡിലും എയർ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഈ സൈഡിലും എയർ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും എയറുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ്. സിംഗിൾ ആക്ടിങ് മീൻസ് ഒരു സൈഡിൽ മാത്രം സൈഡിൽ മാത്രം എയർ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ടാവും. ഡബിൾ ആക്ടിങ് മീൻസ് രണ്ട് സൈഡിലും എയർ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ട്. ഇതിനെയാണ് ഡബിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾ സ്റ്റേജ് ആൻഡ് മൾട്ടി സ്റ്റേജ്. ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സാധനങ്ങളൊക്കെ സിംഗിൾ സ്റ്റേജ് തന്നെയാണ്. സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആൻഡ് മൾട്ടി സ്റ്റേജ് കംപ്രസർ. സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സ്റ്റേജ് മാത്രം, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്, ഒരു സിലിണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സാധാരണ ചെറിയ ചെറിയ പ്രഷർ, ഒരു അപ് ടു കംപ്രഷൻ റേഷ്യോ, അതായത് P2/P1, ഹയർ പ്രഷർ ബൈ ലോവർ പ്രഷർ, P2/P1 കംപ്രഷൻ റേഷ്യോ ഈസ് അറൗണ്ട് 5 bar അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയുള്ള പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ സിംഗിൾ സ്റ്റേജ് കംപ്രസർ യൂസ് ചെയ്യാം. ദെൻ ഇതിൽ കൂടുതൽ ഒരു 5 bar കൂടുതൽ, ഒരു 5 to അറൗണ്ട് ഒരു 35 bar ഒക്കെ എനർജി കംപ്രഷൻ റേഷ്യോ വേണമെങ്കിൽ, പ്രഷർ വേണമെങ്കിൽ വി വിൽ ഗോ ഫോർ 2 സ്റ്റേജ് കംപ്രഷൻ, അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജ് കംപ്രഷൻ, അല്ലെങ്കിൽ ഡ്യുവൽ കംപ്രഷൻ എന്നൊക്കെ പറയും. സോ ഇവിടുത്തെ കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് സിലിണ്ടർ ഇൻലെറ്റ് എക്സിറ്റ്, ഈ പ്രഷർ സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സെക്കൻഡ് സിലിണ്ടർ ഇൻലെറ്റ്. അതേമാതിരി ഈ സെക്കൻഡ് സിലിണ്ടറിന് പുറത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ഇങ്ങനെ രണ്ട് സിലിണ്ടർ, ഒന്ന് കൂടുതൽ സിലിണ്ടർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡ്യുവൽ കംപ്രസർ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് കംപ്രസർ എക്സാമ്പിൾ. സോ ഇവിടുത്തെ കേസിൽ അറൗണ്ട് 5 to 35 bar ഒക്കെയാണ് റിക്വയർമെൻ്റ് എങ്കിൽ നമ്മൾ വി വിൽ ഗോ ഫോർ ഡ്യുവൽ സ്റ്റേജ് കംപ്രസർ അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജ് കംപ്രസറിലേക്ക് പോകും. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ 35 to ഒരു 85 bar ഒക്കെ പ്രഷർ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3 സിലിണ്ടർ, ട്രിപ്പിൾ സിലിണ്ടർ അറേഞ്ച് ചെയ്യും. 3 സ്റ്റേജ് കംപ്രസർ അല്ലെങ്കിൽ ട്രിപ്ലക്സ് കംപ്രസർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. സിംഗിൾ സ്റ്റേജ് മീൻസ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, ഡബിൾ സിലിണ്ടർ മീൻസ് 2 പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, 3 സിലിണ്ടർ മീൻസ് 3 എണ്ണം, അങ്ങനെ 4, അങ്ങനെ എത്രയാണോ റിക്വയർമെൻറ്റ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ ഇതിൻ്റെ ഇടയിലാണ് സാധാരണ ഒരു സിലിണ്ടറിൻ്റെ മറ്റേ സിലിണ്ടറിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യും. ഇൻ്റർകൂളറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്രസ് ചെയ്യുമ്പം ഇവിടുത്തെ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, ആ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇൻ്റർകൂളർ. സോ മൾട്ടി സ്റ്റേജ് കംപ്രസറിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ പോർഷൻ. ഓക്കെ, സോ ഇതാണ് സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ പാർട്സ്. ഓൾറെഡി നിങ്ങൾ ഡയഗ്രാം കണ്ടപ്പോൾ മെയിൻ പാർട്സ് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി മെയിൻ പാർട്സ് ഡിസ്കസ് ചെയ്യാം. ദ മെയിൻ പാർട്സ് ഓഫ് എ എയർ കംപ്രസർ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ, സിലിണ്ടർ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, okay, the main parts of a reciprocating compressor. Main parts of a reciprocating compressor. So ഇതിൽ നേരത്തെ നമ്മൾ കണ്ട മാതിരി ഒരു സിലിണ്ടർ ഉണ്ടാവും. ഇതാണ്
ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടാവും. സിലിണ്ടറിൻ്റെ ചുറ്റും നിങ്ങൾ റിയൽ കംപ്രസർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇതേപോലെ എക്സ്റ്റെൻഡഡ് സർഫസസ് ഉണ്ടാവും. അതിനെയാണ് ഫിൻസ് എന്ന് പറയുക. ദെൻ ഇൻസൈഡ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ദെൻ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത പ്രൈം മൂവർ. ഇത് എം എന്നുള്ള മോട്ടറാണ് പ്രൈം മൂവർ. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. ദെൻ ഇൻലെറ്റ് എയറിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയർ ഫിൽറ്ററും സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സോ എയർ ഫിൽറ്റർ ഫസ്റ്റ് എയർ ഫിൽറ്ററിൽ കൂടെ വരും. ദെൻ അതാണ് ഇൻലെറ്റ് വാൽവിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. എയർ ഫിൽറ്ററിൽ കൂടെ വന്ന് ഇൻലെറ്റ് വാൽവിലേക്ക് സപ്ലൈ ചെയ്യും, കംപ്രസ് ചെയ്ത് ഡെലിവറി ഇതിൽ കൂടെ ഡെലിവറി പോകും. സോ ഇവിടുത്തെ ഈ ഫിൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ഹീറ്റ്, നമ്മുടെ ഹീറ്റിനെ എഫക്റ്റീവായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സക്ഷൻ വാൽവ്, ഡെലിവറി വാൽവ്, പിസ്റ്റൺ, സിലിണ്ടർ, കണക്റ്റിംഗ് റോഡ്, മോട്ടർ. ദെൻ ഇവിടെ ഒരു സ്റ്റോറേജ് ആണ്. നമ്മൾ ഈ കംപ്രസ്ഡ് എയർ ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യല്ല ചെയ്യുക. അതിന് പകരം അതിനെ നമ്മൾ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ദെൻ നമ്മൾ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യും. ഇതാണ് മെയിനായിട്ട് ചെയ്യാറ്. ഈ സ്റ്റോറേജ് ടാങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എയർ കംപ്രസ് ചെയ്യുന്നത് ഫ്ലക്ച്വേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എയർ നമ്മൾ കംപ്രസ് ചെയ്യുന്നില്ല. ഓരോ സൈക്കിളും ഓരോ പ്രാവശ്യമാണ് കംപ്രസ് ചെയ്യുന്നത്. സോ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് എയർ കംപ്രസ് ചെയ്യുന്നത്, ഫ്ലക്ച്വേഷനാണ് വരുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ സപ്ലൈ ചെയ്യുന്നത്. സോ ഇതാണ് മെയിനായിട്ട് വരുന്ന മെയിൻ പാർട്സ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അവിടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പിസ്റ്റൺ, സിലിണ്ടർ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, സക്ഷൻ വാൽവ്, ഡിസ്ചാർജ് വാൽവ്, അതിന് കൂടെ ഇതാണ് കംപ്രസറിൻ്റെ മെയിൻ പാർട്സ്. ദെൻ സ്റ്റോറേജ് ടാങ്ക്, ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൻസും യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയറി ബേസിക് ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് പോവാണ്. ജസ്റ്റ് വർക്കിംഗ് ഓഫ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതിൻ്റെ ആ ഡയഗ്രാം വെച്ചിട്ടാണ് ഫൈനലി നമ്മൾ വർക്ക് ഡൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സാധാരണ നിങ്ങൾ IC എഞ്ചിനിൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് വരച്ചിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി പറയാം. ഒരു സിലിണ്ടർ, ഇൻലെറ്റ് വാൽവ്, ഇതാണ് ഇൻലെറ്റ് വാൽവ്, എക്സിറ്റ് വാൽവ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഡെലിവറി വാൽവ്. ദെൻ ഈ ഒരു പോർഷൻ മാക്സിമം പോകാൻ പറ്റിയ സിലിണ്ടറിന് പിസ്റ്റണ് ട്രാവൽ ചെയ്യാൻ പറ്റിയ പോർഷൻ ഇതിനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ. ഇവിടെ ഇതിനെയാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഈ പോർഷൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ. ഇതാണ് പിസ്റ്റൺ എന്ന് പറഞ്ഞത്. ഇവിടെ ഇതായിട്ട് കണക്റ്റിംഗ് റോഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ക്രാങ്ക്. ഓക്കെ, ഇതിനാണ് സർക്കുലർ മോഷൻ. ക്രാങ്കാണ് റൊട്ടേറ്റിംഗ് പമ്പ്. സോ ഇങ്ങനെയാണ് കംപ്രസറിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിലേക്കാണ് എയർ ഇൻലെറ്റിൽ വരിക, ഇതാണ് എയർ ഔട്ട്ലെറ്റ് പോകുന്നത്. സോ ഈ പോർഷൻ, ഈ ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ, ഇതിനെയാണ്, ഇത്രയും ലെങ്ത്തിനെയാണ് സ്ട്രോക്ക് ലെങ്ത്ത്. ഈ വോളിയത്തിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുക, VS സ്വെപ്റ്റ് വോളിയം. TDC ടു BDC, ഈ പോർഷനിലാണ് എയർ സാധാരണ ഇത്രയും വോളിയത്തിലാണ് എയർ സക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സ്വെപ്റ്റ് വോളിയം, എയറിനെ സ്വീപ്പ് ചെയ്യുന്ന വോളിയമാണ്, അതുകൊണ്ട് ഇതിനെ സ്വെപ്റ്റ് വോളിയം എന്ന് പറയും. ദെൻ ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിൻ്റെ മുകളിലുള്ള ഈ അപ്പർ പോർഷനാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയും, VC. ഓക്കെ, ദെൻ ഈ ടോട്ടൽ VC പ്ലസ് VS ക്ലിയറൻസ് വോളിയം പ്ലസ് സെപ്റ്റ് വോളിയം, ഇതിനെയാണ് ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയാം. ഓക്കെ, IC എഞ്ചിനിൽ അതേപോലെ തന്നെ ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം. ഓക്കെ, ഇങ്ങനെയാണ് പ്രാക്ടിക്കലി ഒരു എയർ കംപ്രസറിലെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. സോ ഈ ക്ലിയറൻസ് വോളിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ ഇവിടെ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സിലിണ്ടർ ഹെഡിൽ ഹിറ്റ് ചെയ്യുന്നത്
പിസ്റ്റൺ ഇവിടെ നിന്ന് സിലിണ്ടർ ഹെഡിൽ ഹിറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ക്ലിയറൻസ് വോളിയം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സിലിണ്ടർ ഹെഡ് ഡാമേജ് ആവും, വാൽവ്സിന് ഡാമേജ് വരും, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് വരും. സോ ഇതാണ് ആക്ച്വൽ കേസ്. ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫോർ സിംപ്ലിസിറ്റി വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ ക്ലിയറൻസ് വോളിയം. നമ്മൾ ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത ഒരു രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻസും ഡെറിവേഷൻസൊക്കെ ചെയ്യുന്നത്. നോ ക്ലിയറൻസ് വോളിയം. ഓക്കെ, ഫോർ സിംപ്ലിസിറ്റി ക്ലിയറൻസ് വോളിയം ഇല്ലെങ്കിൽ എങ്ങനെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നു. സോ ഈ ഡയഗ്രാം ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ വാൽവ്, ഇൻലെറ്റ് വാൽവ്, ഇതിലെയാണ് ഇൻലെറ്റ്, ഈ വാൽവിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡെലിവറി. അപ്പോൾ ഇത് തന്നെയായിരിക്കും ക്ലിയറൻസ് വോളിയം ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഈ ലെവലായിരിക്കും ടോപ്പ് ഡെഡ് സെൻറ്റർ. ഇവിടെ ബോട്ടം ഡെഡ് സെൻറ്റർ ഉണ്ടാവും. പിസ്റ്റൺ ക്യാൻ ട്രാവൽ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഡെഡ് സെൻറ്റേഴ്സ്, ടോപ്പ് ഡെഡ് സെൻറ്റർ ആൻഡ് ബോട്ടം ഡെഡ് സെൻറ്റർ. ഇവിടെ തൊട്ടിട്ട് ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ പിസ്റ്റൺ മൂവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ക്ലിയറൻസ് വോളിയം ഇല്ലാത്തതുകൊണ്ട് സെപ്റ്റ് വോളിയം ടോട്ടൽ വോളിയം സെയിം തന്നെയായിരിക്കും. ഇത് തന്നെയാണ് ഇതിൻ്റെ സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ ടോട്ടൽ വോളിയം. ദെൻ ബാക്കിയെല്ലാം സെയിം, കണക്റ്റിംഗ് റോഡ്, റൊട്ടേറ്റിംഗ് മെമ്പർ എക്സെട്ര. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ വിത്ത് ക്ലിയറൻസ് വോളിയം നമ്മൾ ചെയ്യും. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ഹൗ ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഓഫ് ആൻ എയർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. സോ അതിൽ ഫസ്റ്റ് അതിൽ എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ, പ്രഷറും വോളിയം ഒക്കെ വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിൽ ഇതാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ, ഇതാണ് ബോട്ടം ഡെഡ് സെൻറ്റർ. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പി വി ഡയഗ്രാം പ്ലോട്ട് ചെയ്യും. പി വി ഡയഗ്രാം, ദ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം വിൽ ഗിവ് ദ വർക്ക് ഡൺ. നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഏരിയ അണ്ടർ പ്രഷർ വോളിയം വിൽ ഗിവ് വർക്ക് ഡൺ ആൻഡ് ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം വിൽ ഗിവ് ഹീറ്റ്. ടി എസ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ വെച്ചിട്ട് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതേ ആ കൺസെപ്റ്റിനെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡ്രോ ദ പി വി ഡയഗ്രാം ഓഫ് എ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. സോ അത് ഓർമ്മിക്കുക, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് ദർ ഈസ് നോ ക്ലിയറൻസ് വോളിയം. ഓക്കെ, സോ ഫസ്റ്റ് അസ്യൂം ദാറ്റ് ഈ ടി ഡി സി, ഈ പിസ്റ്റൺ ടി ഡി സിയിലാണ് വിചാരിച്ചു. സപ്പോസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടി ഡി സിയിലാണ്. ഓക്കെ, ടി ഡി സിയിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പിസ്റ്റൺ ഈസ് traveling from top dead center to bottom dead center, that is from top to bottom, downward motion ആണ്. സോ ഈ സമയത്ത് എന്ത് സംഭവിക്കും, ഇത് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പം ഇവിടെ ഒരു സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യും, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. സോ ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്യും. ഓക്കെ, സോ എയർ സക്ക് ചെയ്യുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ എയർ ഈസ് സക്കിങ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദ ഡയഗ്രാം വിൽ ബി കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും സക്ഷൻ നടക്കുക. ഇതാണ് സക്ഷൻ പ്രോസസ്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ സക്ഷൻ പ്രോസസ്. സോ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലെത്തി. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. സോ ഈ പിസ്റ്റൺ ഇവിടെ എത്തി. വോളിയം സപ്പോസ് ഇതാണ് ഇവിടുത്തെ ടോട്ടൽ വോളിയം. ഈ ടോട്ടൽ വോളിയം ഈസ് സപ്പോസ് V1 ആണെങ്കിൽ ഇതാണ് ടോട്ടൽ വോളിയം V1. ഓക്കെ, നൗ ദ നെക്സ്റ്റ് സൈക്കിൾ. ഇപ്പം ക്രാങ്ക് എന്ത് ചെയ്തു, ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, 0 to 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഹാഫ് റൊട്ടേഷൻ 180 to 360 ഡിഗ്രി. നെക്സ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ എന്ത് സംഭവിക്കും, ദ പിസ്റ്റൺ ഈസ് അറ്റ് ദിസ് ബോട്ടം ഡെഡ് സെൻറ്റർ. ബോട്ടം ഡെഡ് സെൻറ്ററിലാണ് പിസ്റ്റൺ ഉള്ളത്. ഇവിടെ നിന്ന് മേലോട്ട് അപ്വേർഡ് മോഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദ പിസ്റ്റൺ സ്റ്റാർട്ട്സ് ഇസ് മോഷൻ ഫ്രം ബോട്ടം ഡെഡ് സെൻറ്റർ ടു ടോപ്പ് ഡെഡ് സെൻറ്റർ. സോ ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഓൾറെഡി എൻട്രാപ്പ് ചെയ്തിട്ടുള്ള എയർ കംപ്രസ്ഡ് ആവും. സോ കംപ്രസ്ഡ് ആകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആവും, വോളിയം ഡിക്രീസ് ആവും. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും, ഇങ്ങനെ ഒരു ഇതിലായിരിക്കും. സപ്പോസ് ദ എയർ ഈസ് കംപ്രസ്ഡ്, ഇങ്ങനെ ഒരു കർവ് പാറ്റേണിലാണ് എയർ കംപ്രസ് ചെയ്തു. സോ ഇവിടെ എത്തി, വോളിയം ഡിക്രീസ് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് റിക്വയർഡ് പ്രഷർ
നമുക്ക് ആവശ്യമുള്ള പ്രഷറിൽ എത്തും. സപ്പോസ് ഈ പോയിൻ്റാണ് റിക്വയർഡ് പ്രഷർ എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത 1 ഉള്ള പോയിൻ്റാണ്, P2 ആണ് നമ്മുടെ റിക്വയർഡ് പ്രഷർ എങ്കിൽ ഈ പോയിൻ്റ് എത്തുമ്പം ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ആവും. ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്തിട്ട് എയറിനെ ഇതിൽ കൂടെ പുറത്തേക്ക് സ്റ്റോറേജ് ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യും. സോ അപ് ടു piston is traveling from bottom dead center to top dead center, but in between at certain point the required pressure P2 എന്നുള്ള പ്രഷറിൽ എത്തുമ്പം ഈ വാൽവ് ഓപ്പൺ ആവും. ദെൻ ആ വാൽവ് ഓപ്പൺ ആകുമ്പോൾ എന്ത് വരും, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എയർ ഡിസ്ചാർജ് നടത്തും. സോ ഇതിനെയാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ വി ആർ അസ്യൂമിങ് ദ ഡെലിവറി സ്ട്രോക്ക് ഈസ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്. ഇതാണ് നമ്മൾ 1 to 2 ആണ് കംപ്രഷൻ പ്രോസസ്. സോ പിസ്റ്റൺ ഇവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ ട്രാവൽ ചെയ്ത് എത്തുമ്പോഴേക്കും ഓൾറെഡി ഇതിലുണ്ടായിരുന്ന കംപ്രസ്ഡ് എയർ ഒക്കെ ട്രാവൽ ചെയ്ത് പുറത്തേക്ക് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോയിട്ടുണ്ടാവും, ഡെലിവറി നടത്തിയിട്ടുണ്ടാവും. സോ എഗെയിൻ ഈ മുകളിൽ എത്തുമ്പോഴേക്കും പിസ്റ്റൻ്റെ പ്രഷർ ഇനീഷ്യൽ പ്രഷറിലേക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 3 ആണെങ്കിൽ ഇനീഷ്യൽ പ്രഷർ 4.1 അല്ലെങ്കിൽ P1 അല്ലെങ്കിൽ P4 ആണെങ്കിൽ ഈ പ്രഷറിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇത്രയും 1 2 3 4 ഇത്രയും ഒരൊറ്റ ഹാഫ് റൊട്ടേഷനിലാണ് നടത്തുന്നത്. ദെൻ എഗെയിൻ ഇവിടെ എത്തി പിസ്റ്റൺ ഇവിടെയാണുള്ളത്, 4 1 സക്ഷൻ നടക്കും. എഗെയിൻ കംപ്രഷനിൽ BDC ടു TDCയിലേക്ക് ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പം ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആയിട്ട് എയറിനെ പുറത്തേക്ക് ഡെലിവറി വാൽവ് വഴി പുറത്തേക്ക് പോകും. ദെൻ ഫൈനലി ഇവിടെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ, ഇൻലെറ്റ് പ്രഷർ, ഇനീഷ്യൽ പ്രഷർ എത്രയായിരുന്നോ P1 അല്ലെങ്കിൽ P4 ആയിരുന്നു, ആ പ്രഷറിലേക്ക് ഫൈനലി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രഷർ എത്തിയിട്ടുണ്ടാവും. എഗെയിൻ സക്ഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ആണ് ഒരു സൈക്കിൾ ഫ്രം 1 2 3 4. ഇതിനെയാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സൈക്കിൾ ഓഫ് കംപ്രഷൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് എയർ കംപ്രസറിൻ്റെ വർക്കിംഗ്. ദെൻ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ വർക്ക് ഡൺ ആണ്. ഈ എയർ കംപ്രസറിൽ നമ്മൾ കൊടുക്കേണ്ട വർക്ക്, എത്ര വർക്കാണ് ഇതിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വർക്ക് റിക്വയർഡ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ആ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഈ ഏരിയ ആയിരിക്കും, ദ ഏരിയ ഇൻസൈഡ് ദിസ് ഗ്രാഫ്. ഇതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷനാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ 4 പ്രോസസ്സ് പറഞ്ഞു, 1 to 2, 2 to 3 ആൻഡ് 4 3 to 4 പ്രഷർ ബാലൻസിങ് ആണ്. ദെൻ ഇതിൽ 4 പ്രോസസ്സിൽ സക്ഷൻ സ്ട്രോക്ക് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഇതിൽ നടക്കുന്നത് പ്രഷർ ഈസ് കോൺസ്റ്റൻ്റ് ആണ്. അതേമാതിരി ഡിസ്ചാർജ് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഡിസ്ചാർജ് നടക്കുന്നത്. ഓക്കെ, ബട്ട് കംപ്രഷൻ നടത്തുന്ന പ്രോസസ്സ് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, കംപ്രഷൻ ജനറലി 3 രീതിയിൽ, ഇവിടുത്തെ കംപ്രഷൻ ജനറലി നമുക്ക് 3 രീതിയിൽ എയർ കംപ്രസറിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നടത്താറുണ്ട്. സോ കംപ്രഷൻ പ്രോസസ് ഫസ്റ്റ് PV/N = കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു പോളിട്രോപ്പിക് പ്രോസസ് ആണെന്നുള്ള പോളിട്രോപ്പിക് പ്രോസസ് അസംഷനിലാണ് ഒരു കേസ് കംപ്രഷൻ ഇതിനെയാണ് PV/N = കോൺസ്റ്റൻറ്റ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിട്രോപ്പിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ പോളിട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുന്നത്. വേർ P എന്ന് പറഞ്ഞാൽ പ്രഷർ, V എന്ന് പറഞ്ഞാൽ വോളിയം, ഒരു സൈക്കിളിലെ വോളിയം, ദെൻ N എന്ന് പറഞ്ഞാൽ പോളിട്രോപ്പിക് ഇൻഡെക്സ്. സോ ഒരു കംപ്രഷൻ 1 to 2 എന്ന് പറഞ്ഞാൽ ഒന്ന് പോളിട്രോപ്പിക് കംപ്രഷൻ ആവാം. ദെൻ അല്ലെങ്കിൽ PV/γ = കോൺസ്റ്റൻറ്റ് എന്നുള്ള ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടും കംപ്രഷൻ നടത്താം. അതിനെയാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് compression എന്ന് പറയും. So second type is the compression can be adiabatic compression, reversible adiabatic compression or polytropic compression. And the third type ഇത് 1 to 2 എന്നുള്ള പ്രോസസ്സ് ചില കേസിൽ PV = കോൺസ്റ്റൻറ്റ് എന്നുള്ള ഇക്വേഷനെ ഫോളോ ചെയ്തിട്ട്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഐസോതെർമൽ കംപ്രഷനും നടത്താം. ഈ 3 രീതിയിലും
കംപ്രഷൻ 1 to 2 എന്നുള്ള പ്രോസസ്സ് നടത്താൻ പറ്റും. സോ ദ കംപ്രഷൻ in the case of reciprocating compressor, the compression process can be either polytropic, adiabatic or isentropic or isothermal. ഈ 3 മെത്തേഡിലാണ് കംപ്രഷൻ നടത്തുക. സോ നമ്മൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് work done of a single stage reciprocating compressor without clearance volume if the compression process is polytropic. അതാണ് ഒന്ന് കണ്ടുപിടിക്കാനുള്ളത്. സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ളത് again single stage no clearance volume for an isentropic compression process. Then തേർഡ് കണ്ടുപിടിക്കാനുള്ളത് ഒരു സിംഗിൾ സിലിണ്ടർ നോ ക്ലിയറൻസ് വോളിയം വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം ഫോർ ആൻ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്. ഈ 3 കേസിലെയും ഡെറിവേഷൻസ് വർക്ക് ഡണിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. ഓക്കെ, അതിൽ തന്നെ 3 സബ് ഡിവിഷൻ PV പോളിട്രോപ്പിക് പ്രോസസ്, അഡിയബാറ്റിക് ആൻഡ് ഐസോതെർമൽ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ. ഈ 3 കേസിലെയും വർക്ക് ഡൺ കണ്ടുപിടിക്കും. എല്ലാം സിമ്പിളാണ്. ഇപ്പോൾ പോളിട്രോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അഡിയബാറ്റിക് കിട്ടും. ഇതിലെ ഈ കോൺസ്റ്റൻറ്റ് ഗാമ എന്നുള്ള കോൺസ്റ്റൻറ്റ് ഇതിൻ്റെ വാല്യൂ ഏറനാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി 1.4 ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും തെർമോഡൈനാമിക്സിൽ. ഓക്കെ, സോ ബാക്കി നമുക്ക് ഇതിൻ്റെ റിമൈനിങ് പോർഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ.